ഫ്രാൻസിസ് പാപ്പായുടെ ശവസംസ്കാര ചടങ്ങുകളെക്കുറിച്ചുള്ള വാർത്തകൾ വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു. വരുന്ന ശനിയാഴ്ച 26-ാം തീയതി രാവിലെ 10 മണിക്കായിരിക്കും ഫ്രാൻസിസ് പാപ്പായുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക. പാപ്പാമാരുടെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തേണ്ട രീതികൾ വിവരിക്കുന്ന ഓർദോ എക്സെക്വാറിയും അനുസരിച്ചായിരിക്കും ചടങ്ങുകൾ. കർദിനാൾ സംഘത്തിൻ്റെ ഡീനായ ജോവാന്നി ബാറ്റിസ്റ്റ റേ മുഖ്യ കാർമ്മികനായിരിക്കും. വത്തിക്കാൻ്റെ ചത്തുരത്തിൽ നടക്കുന്ന ദിവ്യബലിക്കും ചടങ്ങുകൾക്കും ശേഷം പാപ്പായുടെ ഭൗതിക ശരീരം സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്കും അതിനുശേഷം സംസ്കരിക്കുന്നതിനായി മരിയ മേജർ ബസിലിക്കയിലേക്കും കൊണ്ടുപോകും. വിവിധ ലോകരാഷ്ട്ര നേതാക്കൾ പലരും ചടങ്ങിനെത്തുമെന്ന് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിനാൽ വത്തിക്കാനും പരിസരവും അതീവ സുരക്ഷാ വലയത്തിലായി കഴിഞ്ഞു. ഫ്രാൻസിസ് പാപ്പ ശവമഞ്ചത്തിൽ കിടക്കുന്ന ചിത്രം വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു. വളരെ ലളിതമായ ഒരു മരപ്പെട്ടിയിൽ പാപ്പായുടെ സ്ഥാനവസ്ത്രങ്ങളൊന്നുമില്ലാതെ സാധാരണ വൈദികർ ദിവ്യപൂജയ്ക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണ് പാപ്പായെ അണിയിച്ചിരിക്കുന്നത്. കൂട്ടിവെച്ച കൈകളിൽ എന്നും കരുതിയിരുന്ന ജപമാലയും നമുക്ക് കാണാം. ഇന്ന് ബുധനാഴ്ച ഏപ്രിൽ 23 രാവിലെ 9 മണിക്ക് ഫ്രാൻസിസ് പാപ്പായുടെ ഭൗതിക ശരീരം വിശ്വാസികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി സാന്ത മാർത്തയിൽ നിന്ന് വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയിൽ കൊണ്ടുവരും. കർദിനാൾ കെവിൻ ഫാരലായിരിക്കും ഈ പ്രാർത്ഥനാകർമ്മത്തിന് നേതൃത്വം നൽകുക. സാന്ത മാർത്തയുടെ ചത്തുരത്തിലൂടെ കടന്ന് റോമിലെ ആദ്യ രക്തസാക്ഷികളുടെ ചത്തുരത്തിലൂടെ ആയിരിക്കും പ്രദക്ഷിണം കടന്നു പോവുക. മണികളുടെ കവാടത്തിലൂടെ പിന്നീട് പ്രദക്ഷിണം വിശുദ്ധ പത്രോസിൻ്റെ ചത്തുരത്തിലെത്തി പ്രധാന കവാടത്തിലൂടെ ബസിലിക്കയിൽ പ്രവേശിക്കും. അവിടെ വച്ച് നടക്കുന്ന വചന ശുശ്രൂഷയ്ക്ക് ശേഷമായിരിക്കും പാപ്പായുടെ ഭൗതിക ശരീരം ദർശിക്കുവാനുള്ള അവസരം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുക. ബുധനാഴ്ച രാവിലെ 11 മണി മുതൽ രാത്രി 12 വരെയും വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ രാത്രി 12 വരെയും വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെയും ബസിലിക്ക ഫ്രാൻസിസ് പാപ്പയ്ക്ക് അന്ത്യോപചാരമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി തുറന്നിരിക്കും എന്ന് വത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട്. തൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ ഏതൊരു ക്രൈസ്തവൻ്റെയും പോലെ ആയിരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഫ്രാൻസിസ് പാപ്പ ചടങ്ങുകൾ ലളിതമാക്കുന്നതിനുള്ള രീതികൾ തയ്യാറാക്കിയിരുന്നു. പൊതുദർശനത്തിന് വയ്ക്കുമ്പോൾ മൃതശരീരം വലിയ പീഠത്തിൽ ഉയർത്തി വയ്ക്കാതെ നിലത്ത് വയ്ക്കണമെന്ന് നിർദ്ദേശം നൽകിയതായും അറിയുന്നു. ശക്തനായ ഒരു നേതാവിനെ പോലെയല്ല, വെറുമൊരു സാധാരണക്കാരനെ പോലെ യാത്ര പറയുവാനാണ് ഫ്രാൻസിസ് പാപ്പ ആഗ്രഹിച്ചത്. ഒരുപക്ഷെ അസാധാരണമായ ഈ സാധാരണത്വമാണ് ഫ്രാൻസിസ് പാപ്പയെ വ്യത്യസ്തനാക്കുന്നതും. ജീവിതകാലം മുഴുവനും തൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും പ്രതീകാത്മകമായി നമുക്കെല്ലാം സുവിശേഷക്കൂട്ടുകൾ സമ്മാനിച്ച അദ്ദേഹം തൻ്റെ അവസാന യാത്രയും ഒരു സന്ദേശമാക്കുന്നു. എന്നും സമൂഹം പുറന്തള്ളിയ പുറമ്പോക്കുകളോടൊപ്പം തൻ്റെ പൗരോഹിത്യ ജീവിതം ജീവിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹം താൻ സെമിനാരിയിൽ ചേർന്നത് ഒരു വൈദികനാകാൻ വേണ്ടിയായിരുന്നു, അല്ലാതെ മെത്രാനോ പാപ്പയോ ആകാനല്ല എന്ന് പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ ഒരു സാധാ പുരോഹിതനെപ്പോലെ ഒരു ഇടവക വികാരിയുടെ വികാരത്തോടെ സഭയെ നയിച്ച ക്രിസ്തുവിൻ്റെ വികാരിയെ അദ്ദേഹത്തിൻ്റെ എളിമയിലും ലാളിത്യത്തിലും നമുക്ക് ഓർമ്മിക്കാം. യാത്രയയക്കാം. വീണ്ടും പുതിയ വാർത്തകൾ എത്തുന്നതുവരെ റേഡിയോ മരിയയ്ക്ക് വേണ്ടി വത്തിക്കാനിൽ നിന്ന് ഡെൽറ്റസ് തെക്കയാലുങ്കൽ.